വിശുദ്ധ ഗ്രന്ഥം എടുത്ത് തുറന്നു നോക്കിയാൽ പുതിയ നിയമത്തിൽ ആദ്യം കാണുന്ന പുസ്തകം വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്. എന്നാൽ അതുകൊണ്ട് വിശുദ്ധ മത്തായിയാണ് ആദ്യം സുവിശേഷം എഴുതിയതെന്ന് പറയാൻ സാധിക്കുമോ? ഉത്തരം ലളിതമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷമാണ് ആദ്യം എഴുതപ്പെട്ട സുവിശേഷം. AD 65-നും 70-നും ഇടയിൽ റോമിൽ വെച്ചാണ് വിശുദ്ധ മർക്കോസ് സുവിശേഷം എഴുതിയത്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ 4 സുവിശേഷകന്മാരെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ധനഹാകാലത്തെ 3-ാം വെള്ളിയാഴ്ച എന്തുകൊണ്ടാണ് അവരെ അനുസ്മരിക്കുന്നതെന്നും ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ സുവിശേഷം എഴുതിയതെന്ന് ഒന്ന് ആലോചിക്കുന്നത്, ഒന്ന് മനസ്സിൽ വരുത്തുന്നത് ഏറെ നന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ പുതിയ നിയമത്തിൽ 4 സുവിശേഷകന്മാരെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്ക, വിശുദ്ധ യോഹന്നാൻ. കഴിഞ്ഞ 2 വെള്ളിയാഴ്ചകളിൽ ധനഹാകാലത്തെ ആദ്യ വെള്ളിയാഴ്ച ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തിയ യോഹന്നാൻ മാംദാനയെയും അതിനുശേഷം ഈശോയുടെ ജീവിതത്തിന് ശേഷം സുവിശേഷ പ്രഘോഷണം വഴിയായി അവനെ ലോകത്തിന് വെളിപ്പെടുത്തിയ വിശുദ്ധ പത്രോസ് പൗലോസ് ലേഖന്മാരെയും നാം പ്രത്യേകമായി അനുസ്മരിച്ചു. വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങൾ വിരചിതമായതിനു ശേഷം ഈശോയുടെ ജീവിതകഥ ആദ്യമായി എഴുതുന്നവരാണ് ഈ സുവിശേഷകന്മാർ. ഈശോയുടെ ജീവിതം എഴുതിയ ആകെ 4 വ്യക്തികളല്ല ഇവർ 4 പേരും. എന്നാൽ പുതിയ നിയമത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ 4 പേരുടെ സുവിശേഷങ്ങൾ മാത്രമാണ്. വിശുദ്ധ മത്തായി, അദ്ദേഹത്തിൻ്റെ പ്രതീകം മനുഷ്യനാണ്. ഈശോയുടെ മനുഷ്യത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷം എഴുതിയത്. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിക്ക് മനുഷ്യൻ എന്ന പ്രതീകം നൽകിയിരിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ പ്രതീകം സിംഹമാണ്. വിശുദ്ധ മർക്കോസ് തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് യോഹന്നാൻ മാംദാന, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്നുള്ള സിംഹത്തെ കണക്കിനുള്ള യോഹന്നാൻ മാംദാനയുടെ ശബ്ദം അവതരിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് വിശുദ്ധ മർക്കോസിന് സിംഹം എന്ന പ്രതീകം നൽകപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ പ്രതീകം കാളയാണ്. കാരണം ദേവാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബലിയുടെ സൂചകം നൽകിക്കൊണ്ടാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ലൂക്കായ്ക്ക് കാള എന്ന പ്രതീകം നൽകപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിന് കഴുകൻ എന്നതാണ് പ്രതീകം. കാരണം ഏറെ ഉയരത്തിൽ നിന്ന് നിത്യസത്യങ്ങളെ നോക്കിക്കാണുന്ന രീതിയിലാണ് വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവരിൽ ആദ്യം സുവിശേഷം രേഖപ്പെടുത്തിയത് വിശുദ്ധ മർക്കോസാണ്. ജെറുസലേം ദേവാലയത്തിൻ്റെ പതനത്തോടനുബന്ധിച്ച് AD 65-നും 70-നും ഇടയിൽ റോമിൽ വെച്ച് വിശുദ്ധ മർക്കോസ് സുവിശേഷം എഴുതി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏറ്റവും അവസാനം സുവിശേഷം രേഖപ്പെടുത്തിയത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായാണ്. മറ്റ് 3 പേരുടെയും സുവിശേഷങ്ങൾ വിരചിതമായതിനു ശേഷം അവരെഴുതിയിട്ടില്ലാത്ത കാര്യങ്ങളെ ദൈവശാസ്ത്രപരമായി ആഖ്യാനം ചെയ്യുക എന്നുള്ളതായിരുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷ രചനയുടെ ലക്ഷ്യം. AD 95-നും 100-നും ഇടയിൽ അദ്ദേഹം സുവിശേഷ രചന പൂർത്തിയാക്കി എന്ന് കരുതപ്പെടുന്നു. ഇതിനിടയിലാണ് വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കായും അവരുടെ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയത്. ഈ 4 സുവിശേഷകന്മാരുടെയും പ്രാധാന്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ സഭ ഔദ്യോഗികമായി അംഗീകരിച്ച ഈശോയുടെ ജീവചരിത്രം നൽകുന്നത് ഈ 4 സുവിശേഷകന്മാരാണ്. അവരുടെ പ്രതീകങ്ങൾ നമുക്ക് മനസ്സിൽ ഓർത്തെടുക്കാം. അതും വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിലും എസക്കിയേലിൻ്റെ പുസ്തകത്തിലും ഈ പ്രതീകങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ സുവിശേഷകന്മാരെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ധനഹാകാലത്തെ 3-ാം വെള്ളിയാഴ്ച വളരെ പ്രത്യേകമായി സുവിശേഷങ്ങളിലൂടെ ഒന്നുകൂടെ സഞ്ചരിക്കുവാനും എല്ലാ ദിവസവും സുവിശേഷം വായിക്കും എന്നുള്ളൊരു തീരുമാനമെടുക്കുവാനും വിശുദ്ധ ഗ്രന്ഥത്തെ, വചനത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ കാവൽ ഗോപുരമാക്കി മാറ്റുവാനും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. സുവിശേഷാധിഷ്ഠിതമായിരിക്കട്ടെ നമ്മുടെ ജീവിതം, സുവിശേഷാധിഷ്ഠിതമായിരിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ. സുവിശേഷകന്മാർ നമ്മുടെ ജീവിതത്തിന് മാർഗദർശികളും വിളക്കുകളുമായി മാറട്ടെ.